എല്ലാവർക്കും നമസ്കാരം. മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സ്റ്റേഷൻ ഓഫീസർ ട്രെയിനി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസിലെ കേരള PSC എക്സാമിന് വേണ്ടി മാത്തമാറ്റിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മൊഡ്യൂൾ 1 നമ്മൾ ലീനിയർ ആൾജിബ്ര കംപ്ലീറ്റ് ചെയ്തു. ഇത് മൊഡ്യൂൾ 2 ആണ്, കോംപ്ലക്സ് നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ കോംപ്ലക്സ് നമ്പേഴ്സ് എന്താണ്, അതിൻ്റെ ഓപ്പറേഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് ആയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കാണാം. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ എന്താണ് ഈ ഒരു മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്നൊന്ന് ആദ്യം നോക്കാം. മൊഡ്യൂൾ 2 ആണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതിൽ നിന്ന് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ ചോദിക്കും എന്നാണ് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ആൻഡ് ഓപ്പറേഷൻസ് അതൊക്കെ നമ്മൾ പഠിക്കണം. റിയൽ ഇമാജിനറി പാർട്ട് എന്താണ്, കോംപ്ലക്സ് നമ്പറിൻ്റെ എന്ന് പഠിക്കണം. പിന്നെ പോളാർ ഫോം പഠിക്കണം. അതുപോലെ പ്രോഡക്റ്റ്, കോഷ്യൻസ്, പവർ, മോഡുലസ്, റൂട്ട് ഓഫ് കോംപ്ലക്സ് നമ്പർ, nth റൂട്ട് ഓഫ് യൂണിറ്റി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ബേസിക് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പേഴ്സിൽ നമ്മൾ +1 പഠിക്കുന്ന കാര്യങ്ങളും പിന്നെ കുറച്ച് nth റൂട്ട് ഓഫ് യൂണിറ്റിയും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ടും കൂടെ ഒന്ന് നോക്കി പോകണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യമേ എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്നുള്ളത് പഠിച്ചു തുടങ്ങാം. ഇപ്പോൾ നമ്പേഴ്സ് ഓഫ് ദ ഫോം z ഈക്വൽ ടു x പ്ലസ് ഐ വൈ, എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ആൻഡ് ഐ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് -1. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ എന്താ പറയുക, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയുക. അതായത് 2 + 3i എന്ന് പറയുന്ന ഫോർമാറ്റിൽ എഴുതുന്ന നമ്പേഴ്സ്. ഓക്കെ, 1 - 2i എന്ന് എഴുതുന്ന നമ്പേഴ്സ്, 3 + 5i എന്ന് എഴുതുന്ന നമ്പേഴ്സ്, -2 - 3i എന്ന് എഴുതുന്ന നമ്പേഴ്സ്. ഈ ടൈപ്പ് നമ്പേഴ്സ് എക്സും വൈയും, അതിലെ ഒരു എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാവും, വൈ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാവും, എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാവും, വൈ എന്ന് പറഞ്ഞ നമ്പർ ഉണ്ടാവും, എക്സ് വൈ അതൊക്കെ എന്താണ്, റിയൽ നമ്പേഴ്സ് ആണ്. പിന്നെ ഐ എന്ന് പറയുന്ന ഒരു സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യും. ഇറ്റ് ഇസ് റൂട്ട് ഓഫ് -1 ആണ് ഐ. അപ്പോൾ ഇങ്ങനെ എഴുതുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്ന കാര്യമാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു കോംപ്ലക്സ് നമ്പർ പറയുമ്പോൾ ഇപ്പോൾ z ഈക്വൽ ടു x പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ജനറൽ ആയിട്ട് പറയുമ്പോൾ ഈ കോംപ്ലക്സ് നമ്പറിന് ഒരു റിയൽ പാർട്ടും ഉണ്ട്, ഇമാജിനറി പാർട്ടും ഉണ്ട്. ഈ ഐ എന്ന് പറഞ്ഞ നമ്പറിന് ശരിക്കും ഇമാജിനറി നമ്പർ അയോട്ട എന്നാണ് പറയുക കേട്ടോ. ഇമാജിനറി നമ്പർ അയോട്ട എന്ന് പറയും, ലാറ്റിൻ വേർഡാണ്. അപ്പോൾ ഇവിടെ z ഈക്വൽ ടു x പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ എഴുതിയാൽ അതിൻ്റെ റിയൽ പാർട്ടിനെ നമ്മൾ RE ഓഫ് z എന്ന് എഴുതും. RE ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്, x ആണ്. ഇത് റിയൽ പാർട്ടാണ്. ഓക്കെ, റിയൽ പാർട്ട്. ഐ ഇല്ലാത്ത ഭാഗത്തിനെയാണ് നമ്മൾ റിയൽ പാർട്ട് എന്ന് പറയുക. പിന്നെ ഇമാജിനറി പാർട്ട് ഓഫ് z എന്ന് പറഞ്ഞാൽ എന്താണ്, ഐ ഉള്ള ഭാഗത്തിലെ ആ നമ്പർ മാത്രം, ഐ വേണ്ട, ആ നമ്പർ മാത്രം എടുക്കുക. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, ഇമാജിനറി പാർട്ട് എന്ന് പറയുക. എന്താ പറയുന്നത്, ഇമാജിനറി പാർട്ട്. അപ്പോൾ കോംപ്ലക്സ് നമ്പർ ആദ്യമായിട്ട് പഠിക്കുന്ന ആളുകൾക്കും വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്നതാണ് കോംപ്ലക്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ 2 + 3i 1 - 2i എന്നൊക്കെ പറഞ്ഞ് എഴുതുന്ന റിയൽ നമ്പേഴ്സിന്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്താണെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. നോക്കൂ, റിയൽ പാർട്ട് ഓഫ് 2 + 3i എന്ന് പറഞ്ഞാൽ ആരാണ്, 2 മാത്രമായിരിക്കും. ഇമാജിനറി പാർട്ട് ഓഫ് 2 + 3i എന്ന് പറഞ്ഞാൽ ആരാണ്, അത് 3 ആണ്. ശരിയല്ലേ? അടുത്തത് റിയൽ പാർട്ട് ഓഫ് 1 - 2i എന്ന് പറഞ്ഞാൽ ആരാണ്, 1 ആണ്. അതുപോലെ തന്നെ ഇമാജിനറി പാർട്ട് ഓഫ് 1 - 2i എന്ന് പറഞ്ഞാൽ ആരാണ്, 2 ആണെന്ന് മാത്രം എഴുതരുത്, കാരണം ഇവിടെ സൈനും കൂടെ നമ്മൾ എടുക്കണം. അപ്പോൾ -2 ആണ് ഇമാജിനറി പാർട്ട് ഓഫ് ദിസ് കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ റിയൽ പാർട്ട് 3, ഇമാജിനറി പാർട്ട് 5. ഇവിടുത്തെ റിയൽ പാർട്ട് -2, ഇമാജിനറി പാർട്ട് -3. ഇവിടുത്തെ റിയൽ പാർട്ട് x, ഇമാജിനറി പാർട്ട് y. ക്ലിയർ ആണ്? അപ്പോൾ റിയൽ പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഇല്ലാത്ത ഭാഗം വിത്ത് സൈൻ, പോസിറ്റീവ് നെഗറ്റീവ് സൈൻ അടക്കം നമ്മൾ എടുക്കണം. ഇമാജിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഐ ഉള്ള ഭാഗം, ഐനെ ഒഴിവാക്കിയിട്ട് ബാക്കി വരുന്ന നമ്പർ വിത്ത് ഇറ്റ് സൈൻ, അതിന്റെ പോസിറ്റീവ് നെഗറ്റീവ് സൈൻ. അതാണ് റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എന്ന് പറയുന്നത്. ശരിയല്ലേ? ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ അതിനകത്ത് ശ്രദ്ധിക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ ഇപ്പൊ എങ്ങനെ നമുക്കൊരു കോംപ്ലക്സ് നമ്പർ എഴുതാലോ, 0 + 3i ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. ഇതിന്റെ റിയൽ പാർട്ട് എന്താ, 0 ആണ്. ഇമാജിനറി പാർട്ട് 3 ആണ്. അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് 0 ആണെങ്കിൽ, റിയൽ പാർട്ട് ഓഫ് z 0 ആണെങ്കിൽ ആ കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ പറയും പ്യുവർലി ഇമാജിനറി. എന്താ പറയുക, പ്യുവർലി ഇമാജിനറി എന്ന് പറയും, പ്യുവർലി ഇമാജിനറി. ഇനി ഒരു കോംപ്ലക്സ് നമ്പർ അല്ലെങ്കിൽ ഒരു റിയൽ നമ്പർ, ഇപ്പോൾ റിയൽ നമ്പർ എന്ന് വിചാരിച്ചോളൂ നമ്മൾ. അപ്പോൾ 3 എന്ന് പറഞ്ഞ റിയൽ നമ്പർ, ആ 3നെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, കോംപ്ലക്സ് ഫോർമാറ്റിൽ എഴുതാൻ പറ്റും അല്ലേ, 3 + 0i എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ ഇമാജിനറി പാർട്ട് 0 ആണെങ്കിൽ ഇതെന്താണ്, പ്യുവർലി റിയൽ ആണ് എന്നും പഠിക്കുക, പ്യുവർലി
റിയൽ ആണ് ഈ കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ എന്ന് പറയില്ല, അപ്പം പ്യൂർലി റിയൽ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയൽ നമ്പർ. ഓക്കെ, അപ്പോൾ പ്യൂർലി ഇമാജിനറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കോംപ്ലക്സ് നമ്പറിന്റെ റിയൽ പാർട്ട് 0 ആണെങ്കിൽ ആ നമ്പറിനെ പ്യൂർലി ഇമാജിനറി നമ്പർ എന്ന് നമ്മൾ പറയും. ക്ലിയർ ആണ്? അപ്പോൾ എന്താണ് കോംപ്ലക്സ് നമ്പർ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അതിൻ്റെ എക്സാമ്പിൾസും കുറച്ച് നമ്മൾ പറഞ്ഞു. ഇനി ഇതിൻ്റെ കുറച്ച് ഓപ്പറേഷൻസ് ഒക്കെ നമ്മൾ പഠിക്കണം. കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പഠിക്കണം. അതിന് മുമ്പ് നമുക്ക് അതിൻ്റെ പവേഴ്സ് ഓഫ് ഐ എന്താണെന്നുള്ളത് പഠിച്ചു പോകാം. പവേഴ്സ് പഠിച്ചാൽ കുറച്ചും കൂടെ ഈസിയാണ് നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെ പറയാനായിട്ട്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെ പറയാനായിട്ട്. അപ്പോൾ പവേഴ്സ് ഓഫ് ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചുവല്ലോ. എന്താണ് ഐ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് റൂട്ട് ഓഫ് -1. അപ്പോൾ ഐ ഈസ് റൂട്ട് ഓഫ് -1. ഐക്ക് പകരം നമ്മൾ എവിടെയും റൂട്ട് ഓഫ് -1 എന്ന് എഴുതില്ല. ഐ എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ്. ഓക്കെ, അതിനെ നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ മാറ്റില്ല. കാരണം നെഗറ്റീവ് നമ്പേഴ്സിന് എന്തില്ല, റിയൽ റൂട്ട് ഇല്ല എന്നാണ് നമ്മൾ പഠിച്ചിട്ടില്ല. ആ ഒരു നെഗറ്റീവ് നമ്പറിന് റൂട്ട് വന്നതുകൊണ്ടാണ് നമ്മൾ ഐ എന്ന് പറഞ്ഞൊരു സിമ്പൽ റൂട്ട് ഓഫ് -1 പകരം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി ഐക്ക് പകരം ഒന്നും മാറ്റി എഴുതാൻ പോകുന്നില്ല. നമ്മൾ ഐ തന്നെയാണ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ ഐ സ്ക്വയർ, ഇതിന് ഐക്ക് സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് -1 ഹോൾ സ്ക്വയർ എന്ന് വരും. അതെന്താണ്? -1 ആണ് വരിക അല്ലെ. ഐ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ സ്ക്വയർ ഇൻറ്റു ഐ അല്ലെ ഐ ക്യൂബ്. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് പറഞ്ഞു. ഐ അത് തന്നെ, അപ്പോൾ -i എന്ന് വരും. ഐ ക്യൂബ് ഇസ് -i. i⁴ എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഐ സ്ക്വയർ ഇൻറ്റു ഐ സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഇസ് -1 ഇൻറ്റു -1, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ 4 ഡിഫറെൻറ്റ് പവേഴ്സ് ആണ് നമുക്ക് ഐക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണ്? ഐ സ്ക്വയർ -1, ഐ ക്യൂബ് -i, i⁴ 1. ഓക്കെ, ഇനി i⁵ എന്തായിരിക്കും? അപ്പം i⁵ എന്ന് പറഞ്ഞാൽ i⁴ ഇൻറ്റു ഐ എന്ന് എഴുതാലോ. ദാറ്റ് ഇസ് ഈക്വൽ i⁴ 1 ആണ്. ദാറ്റ് ഇസ് 1 ഇൻറ്റു ഐ, ദാറ്റ് ഇസ് ഐ എന്ന് കിട്ടും. അപ്പോൾ i⁵ എന്ന് പറഞ്ഞാൽ ഐ തന്നെയാണ്. i⁶ എന്ന് പറഞ്ഞാൽ i⁴ ഇൻറ്റു ഐ സ്ക്വയർ. എന്താ വരിക? ശരിക്കും പദത്തിൽ ഐ സ്ക്വയർ ആണ് വരിക. ഐ സ്ക്വയർ ഇസ് -1 അല്ലേ. അപ്പോൾ പിന്നെ ഇത് നമ്മൾക്ക് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് കിട്ടുകയാണ് ചെയ്യുക. i⁵, i⁶, i⁷, i⁸. i⁸ എന്ന് പറഞ്ഞാൽ പിന്നെ എന്തെന്നെ വരും? 1 തന്നെ വരും. അപ്പോൾ ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ആകെ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള പവേഴ്സ് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ഐ, പിന്നെ ഐ സ്ക്വയർ ഇസ് -1, ഐ ക്യൂബ് -i, i⁴ ഇസ് 1. ഇനി ഇതിന്റെ ജനറൽ ആയിട്ട് ഒരു കേസും കൂടെ നിങ്ങൾ പഠിച്ചോളൂ. i⁴ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണല്ലോ. i⁴ ഹോൾ റേസ് ടു n എന്ന് പറഞ്ഞാലും എന്തായിരിക്കും? 1 ആയിരിക്കും. ദാറ്റ് ഇസ് i⁴n എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. ഐയുടെ പവർ 4ന്റെ മൾട്ടിപ്പിൾ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അതിന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. അത് പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. i⁴n എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഇത് എന്തിനാണ് ഉപയോഗിക്കണം എന്ന് വെച്ചാൽ, ഇപ്പോൾ i⁻21 നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് i⁻21 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതണം? i⁻20 ഇൻറ്റു ഐ എന്ന് എഴുതാം അല്ലേ. i⁻21 എന്ന് പറഞ്ഞാൽ 20 + 1 അല്ലേ 21. i⁻20 ഇൻറ്റു i⁻1 എന്ന് പറഞ്ഞാൽ i⁻21 ആണല്ലോ. ദാറ്റ് ഇസ് ഈക്വൽ ടു i⁻20 എന്ന് പറഞ്ഞാൽ 4ന്റെ മൾട്ടിപ്പിൾ ആണ് 20 അല്ലേ. 4 × 5 ആണ് 20 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് 1 ആയിരിക്കും. നൗ ഐ എന്ന് മാത്രം വരും. ദിസ് ഇസ് ഈക്വൽ ടു ഐ എന്ന് മാത്രം കിട്ടും നമുക്ക്. അപ്പോൾ വലിയ പവറിൽ സിംപ്ലിഫൈ ചെയ്തെടുക്കാനാണ് നമ്മൾ ഈ ഒരു പവേഴ്സ് ഓഫ് ഐ പഠിക്കുന്നത്. അപ്പോൾ ജനറൽ കേസിൽ ഓർത്ത് വയ്ക്കുക, i⁻n അല്ലെങ്കിൽ i⁻ വലിയൊരു ബൾക്ക് നമ്പർ വന്നാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആ നമ്പറിനെ 4ന്റെ നിയറസ്റ്റ് മൾട്ടിപ്പിൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആക്കിയിട്ടൊക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതാണ് പോസിറ്റീവ് പവേഴ്സ് ഓഫ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെല്ലാം പോസിറ്റീവ് പവേഴ്സ് എടുത്തു. i⁻1, i², i ക്യൂബ്, i⁴. ഇനി നമുക്ക് എന്തുണ്ട്? നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഐ കൂടെ ഉണ്ട്. നെഗറ്റീവ് പവേഴ്സ് ഓഫ് ഐയിൽ i⁻−1 എന്ന് പറഞ്ഞാൽ 1/i. 1/i ഡിനോമിനേറ്റർ ഒരിക്കലും നമ്മൾ ഐ എന്ന് പറഞ്ഞ നമ്പർ എഴുതരുത്. അതുകൊണ്ട് നമ്മൾ അത് മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലും താഴെയും ഒരു ഐ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് 1 × i എന്ന് പറഞ്ഞാൽ ഐ തന്നെ വരും. പിന്നെ i × i സ്ക്വയർ ആണ്. i² ഇസ് -1. therefore this is -i. അപ്പോൾ i⁻−1 എന്ന് പറഞ്ഞാൽ ആരാണ്? -i ആണ്. ശരിയല്ലേ? ഇനി i⁻−2 അപ്പോൾ എന്താ? 1/i² എന്ന് എഴുതാം നമുക്ക്. 1/i² ഇസ് i² -1 ആണ്. therefore this is -1. അപ്പോൾ i⁻−2 എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇനി i⁻−3 എന്ന് പറഞ്ഞാലോ അത് 1/i³ ആണ്. നമുക്കറിയാം 1/i³ എന്ന് പറഞ്ഞാൽ എന്താ? -i ആണല്ലോ. മുകളിലും താഴെയും ഒരു -i കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ എന്ത് വരും നോക്കൂ, i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ, നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കാൻ. 1 × i എന്ന് വരും, ഡിവൈഡഡ് ബൈ -i². i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -1 എന്ന് വരും. therefore this is i. ശരിയല്ലേ? അപ്പോൾ i⁻−3 എന്ന് പറഞ്ഞാൽ എന്താണ്? i ആണ് കിട്ടുക. i⁻−1 എന്ന് പറഞ്ഞാൽ -i ആണ്. i⁻−2 is -1. i⁻−3 is i. ഇനി i⁻−4 അപ്പോൾ എന്തായിരിക്കും? 1/i⁻4 ആയിരിക്കും. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/1 വിച്ച് ഇസ് ഈക്വൽ ടു 1 അല്ലേ. i⁻−4ഉം എന്ത് തന്നെയാണ് വരിക? 1 തന്നെയാണ് വരിക.
അപ്പോൾ ഇനി കിട്ടുന്ന അടുത്ത പവേഴ്സ് ഒക്കെ ഇതുപോലെ റിപ്പീറ്റേഷൻസ് ആയിരിക്കും. ഈ കാണുന്ന -i, -1, i, 1ൻ്റെ ഒക്കെ റിപ്പീറ്റേഷൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അത് പഠിക്കേണ്ട. ജനറൽ ആയിട്ട് നെഗറ്റീവ് പവേഴ്സിനും ഈ പറയുന്ന അതേ ഫോമുല തന്നെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. i⁻⁴n എന്ന് പറയുന്നതും എന്താണ്? 1 ആണ്. i⁻⁴n എന്ന് പറയുന്നതും എന്താണെന്ന് പഠിക്കുക? 1 ആണെന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. i⁻⁴n എന്ന് പറഞ്ഞാലും 1 ആണ്, i⁻⁻⁴n എന്ന് പറഞ്ഞാലും 1 ആണ്. ഐയുടെ പോസിറ്റീവ് 4ൻ്റെ പവേഴ്സും 1 ആണ്, നെഗറ്റീവ് 4ൻ്റെ പവേഴ്സും 1 ആണ്. ഓക്കെ, നെഗറ്റീവ് പവർ അതും 1 ആയിട്ടാണ് കിട്ടുക. അപ്പോൾ ഇതാണ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് പവേഴ്സ്. ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചോളൂ. i² is -1, i³ is -i, i⁻⁴ is 1, i⁻⁻1 is -i, i⁻⁻2 is -1, i⁻⁻3 is i, i⁻⁻4 is 1. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. അടുത്തത് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓൾജിബ്ര ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഓൾജിബ്ര എന്ന് വെച്ചാൽ ഓപ്പറേഷൻസ് നടത്താം അല്ലേ? അഡീഷൻ പഠിക്കണം, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഒക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ നോക്കുക എങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുക. സപ്പോസ് വി ഹാവ് കോംപ്ലക്സ് നമ്പർ z1 equal to a plus ib എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ആൻഡ് z2 is a some c, we can write c plus id എന്ന് കിട്ടും. c plus id ഈ രണ്ട് കോംപ്ലക്സ് നമ്പറും തമ്മിൽ ആഡ് ചെയ്യണം. z1 plus z2 ആഡ് ചെയ്യണം. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? a plus ib plus c plus id എന്ന് വരും. അപ്പോൾ ഈ റിയൽ പാർട്ടും കൂടെ നമുക്ക് ഒന്നിച്ച് എഴുതാം. a plus c, i ഇല്ലാത്ത ഭാഗം. i ഉള്ള ഭാഗത്തിൽ ib plus id ആണ്. അപ്പോൾ i നെ പുറത്തേക്ക് എടുത്താൽ b plus d എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡീഷൻ. ഓക്കെ, എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇപ്പോൾ 1 plus 2i plus 1 minus i ആഡ് ചെയ്യണം. രണ്ടും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ റിയൽ പാർട്ടും കൂടെ ആഡ് ചെയ്തോളൂ. 1 plus 1 is 2 plus i ഇൻറ്റു ഇമാജിനറി പാർട്ടും കൂടെ ആഡ് ചെയ്യാം. 2 minus 1 എന്ന് പറയുമ്പോൾ 1 എന്ന് വരും. ദാറ്റ് ഈസ് 2 plus i എന്നാണ് നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക. ശരിയല്ലേ? വേറൊരു നമ്പർ 3 plus 2i minus 1 plus 3i രണ്ടും കൂടെ ആഡ് ചെയ്യണം. റിയൽ പാർട്ടും കൂടെ ആഡ് ചെയ്യാം. 3 minus 1 എന്ന് പറയുമ്പോൾ 2 വരും. പ്ലസ് 3i plus 2i 5i, 2 plus 5i എന്ന് കിട്ടും. അങ്ങനെ റിയൽ ഇമാജിനറി പാർട്ടുകൾ തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ അതാണ് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡീഷൻ. ഈ രണ്ടാമത്തെ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ സബ്ട്രാക്ഷൻ ആണ്. ഇപ്പോൾ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് a plus ib എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പറും c plus id എന്ന് പറഞ്ഞ അടുത്ത കോംപ്ലക്സ് നമ്പറും രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്യണം. z1 മൈനസ് z2 എന്താ ചെയ്യുക? നമ്മൾ a plus ib മൈനസ് c plus id എന്ന് വരും അല്ലേ? അപ്പോൾ റിയൽ പാർട്ട് കൂടെ മൈനസ് ചെയ്യുക. a മൈനസ് c പ്ലസ് ഇമാജിനറി പാർട്ട് കൂടെ മൈനസ് ചെയ്യുക. b മൈനസ് d. ശരിയല്ലേ? ഇത് സംശയം ഉണ്ടാവും എല്ലാവർക്കും. അപ്പോൾ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ a plus ib മൈനസ് c plus id ആണ് അല്ലേ? ഇങ്ങനെയാണ് മൈനസ് ചെയ്യാൻ നമ്മൾ. ദാറ്റ് ഇസ് a plus ib മൈനസ് c മൈനസ് id എന്ന് വരും അല്ലേ? അപ്പോൾ a മൈനസ് c റിയൽ പാർട്ട് പ്ലസ് ib മൈനസ് id, i പുറത്തേക്ക് എടുത്താൽ b മൈനസ് d എന്ന് വരും അല്ലേ? ശരിയല്ലേ? അങ്ങനെ തന്നെയാണ് വരിക കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, റിയൽ പാർട്ടും കൂടെ മൈനസ് ചെയ്യുക, പ്ലസ് ഇമാജിനറി പാർട്ടും കൂടെ മൈനസ് ചെയ്യുക. എക്സാമ്പിൾ പറയാം. അപ്പോൾ 1 plus 2i മൈനസ് 3 plus i എന്ന് വിചാരിക്കും. മൈനസ് ചെയ്യണം. റിയൽ പാർട്ട് മൈനസ് ചെയ്തേ. 1 minus 3 is -2 plus 2i minus i is i. അപ്പോൾ -2 plus i എന്ന് വരും. ഓക്കെ, അടുത്തത് -3 plus 2i minus 1 minus i. മൈനസ് ചെയ്യണം. എങ്ങനെ മൈനസ് ചെയ്യും? 3 minus 1 minus 3 minus 1 is -4 എന്ന് വരും അല്ലേ? പിന്നെ അടുത്തത് പ്ലസ് ഇമാജിനറി പാർട്ടോടെ മൈനസ് ചെയ്യുക. 2i മൈനസ് i എന്താണ്? 2i മൈനസ് 1, 2 മൈനസ് -1 എന്ന് പറയുമ്പോൾ 3 വരും. 3i എന്ന് കിട്ടും അല്ലേ? -4 പ്ലസ് 3i എന്ന് വരും. കറക്റ്റായിട്ട് തന്നെ മൈനസ് ചെയ്തോളൂ. ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക, പ്ലസ് ഇത് രണ്ടും കൂടെ മൈനസ് ചെയ്യുക. മൈനസ് ചെയ്യുമ്പോൾ പ്ലസ് വരുന്നതുകൊണ്ടാണ് അത് ഇങ്ങനെ വരുന്നത്. ക്ലിയർ അല്ലേ? സബ്ട്രാക്ഷൻ. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ നോക്കൂ. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് z1 is equal to a plus ib ആൻഡ് z2 equal to c plus id രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? z1 into z2 that is equal to a plus ib into c plus id. സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ a into c ac പ്ലസ് a into id iad പ്ലസ് ibc
പ്ലസ് ഐ ബി ഇൻറ്റു ഐ ഡി, അതായത് ഐ സ്ക്വയർ ബി ഡി എന്ന് പറയും. ഐ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ -1 ബി ഡി അല്ലേ, ദാറ്റ് ഇസ് എ സി മൈനസ് ബി ഡി. ഓക്കെ, പ്ലസ് ഐ ഔട്ട് സൈഡ് എടുത്താൽ ഐ ഇൻറ്റു എ ഡി പ്ലസ് ബി സി. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. എക്സാമ്പിൾ നോക്കാം നമുക്ക്. 1 + 2i ഇൻറ്റു 3 - i, രണ്ട് നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്തോളൂ. 1 × 3 3, 1 × -i -i, 2i × 3 6i, 2i - i -2i square. I square എന്ന് പറഞ്ഞാൽ -1 ആയതുകൊണ്ട് this will be +2. Therefore this is 5 + 5i എന്ന് വരും അല്ലേ. 5 + 5i. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ക്ലിയർ ആണല്ലോ? സംശയങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. ദെൻ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ കോൺജുഗേറ്റും മോഡുലസും എന്താണ് എന്ന് നമുക്ക് പഠിക്കാം. ഒരു കോംപ്ലക്സ് നമ്പർ z തന്നു, അത് a + ib ആണ്. ഓക്കെ, ദെൻ മോഡ് z, ഇതാണ് മോഡുലസ് എന്ന് പറയുന്നത്. മോഡുലസിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് മോഡ് z എന്നാണ്. മോഡുലസ് മോഡ് z is equal to √a² + b². ഇതിലുള്ള റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ, അതിന്റെ റൂട്ട്, അതാണ് മോഡുലസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഈ കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് എന്താണെന്ന് നോക്കിക്കോളൂ. കോൺജുഗേറ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് z ബാർ എന്ന സിമ്പൽ ഉപയോഗിച്ചിട്ടാണ്. z ബാർ ഇസ് a + ib ആണെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് a - ib. ഓക്കെ, അപ്പൊ a - ib ആണെങ്കിൽ കോൺജുഗേറ്റ് a + ib. എന്താ നമ്മൾ ചെയ്യുന്നത്? ഇമാജിനറി പാർട്ടിന്റെ സൈൻ പോസിറ്റീവ് ആണെങ്കിൽ നെഗറ്റീവും, നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആക്കുക. റിയൽ പാർട്ടിന്റെ സൈൻ നിങ്ങൾ ഒന്നും ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സാമ്പിൾ നോക്കിക്കോളൂ. ഇപ്പോൾ 1 + 2i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ, ആൻഡ് ഇതിന്റെ മോഡുലസ് എന്താ? 1 + 2iന്റെ മോഡുലസ്, ദാറ്റ് ഇസ് ഈക്വൽ ടു √1² + 2². ദാറ്റ് ഇസ് ഈക്വൽ ടു √1 + 4, ദാറ്റ് ഇസ് ഈക്വൽ ടു √5 വരും അല്ലേ. അതാണ് കോംപ്ലക്സ് നമ്പറിന്റെ മോഡുലസ്. ഇനി ഇതിന്റെ കോൺജുഗേറ്റ് എന്താ? 1 + 2iന്റെ കോൺജുഗേറ്റ് ഓൾ ബാർ എന്ന് എഴുതിയാൽ മതി. ഇറ്റ് ഇസ് 1 - 2i. സിമ്പിൾ അല്ലേ? ഓക്കെ, വേറൊരു എക്സാമ്പിൾ നോക്കൂ. ഇപ്പോൾ -1 + 3i, ഇതാണ് കോംപ്ലക്സ് നമ്പർ. ഇതിന്റെ മോഡുലസ് എന്താ? -1 + 3iന്റെ മോഡുലസ് ഇസ് √1ന്റെ സ്ക്വയർ + 3ന്റെ സ്ക്വയർ 9. ദാറ്റ് ഇസ് ഈക്വൽ ടു √10 വരും. ഇതാണ് മോഡുലസ്. ആൻഡ് കോൺജുഗേറ്റോ? -1 + 3iയുടെ കോൺജുഗേറ്റ് എന്ത് വരും? -1 - 3i. ഇമാജിനറി പാർട്ടിന്റെ സൈൻ മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. ക്ലിയർ അല്ലേ? അപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും മോഡുലസും എന്താണെന്ന് കൃത്യമായിട്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനുണ്ട്. അത് ഇതാണ്. എന്താണ് നോക്കുക. ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്പർ z = a + ib എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ z ബാർ എന്താണ്? a - ib ആണെന്ന് വിചാരിക്കൂ. ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ കിട്ടുക? z - z ബാർ എന്ന് പറഞ്ഞാൽ a + ib ഇൻറ്റു a - ib. a - ib നമുക്ക് എന്താ കിട്ടുക നോക്കൂ. ഇത് a + b ഇൻറ്റു a - b എന്ന് പറഞ്ഞാൽ a² - ib ദ ഹോൾ സ്ക്വയർ എന്നല്ലേ വരിക ഐഡന്റിറ്റി ഉപയോഗിക്കുമ്പോൾ. അപ്പോൾ a² - i² എന്ന് പറഞ്ഞാൽ -1 ആയതുകൊണ്ട് ഇത് പ്ലസ് ആവും. a² + b² എന്ന് വരും. ഇനി a² + b² മോഡ് സെറ്റും തമ്മിൽ എന്താ കണക്ഷൻ? മോഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ √a² + b² ആണ്. അപ്പോൾ മോഡ് സെറ്റിന്റെ സ്ക്വയർ ആണ് ഇത് അല്ലേ. ദാറ്റ് ഇസ് z × z ബാർ എന്ന് പറയുന്നത് എന്താണ്? മോഡ് z² ആണ് എന്ന് പഠിച്ചോളൂ. z × z ബാർ. ഒരു കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ എപ്പോഴും എന്താ കിട്ടുക? മോഡ് z² ആണ്. അപ്പോൾ 1 + 2iയും 1 - 2iയും മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? 1² + 2² ആണ് കിട്ടുക. ദാറ്റ് ഇസ് 1 + 4, ദാറ്റ് ഇസ് ഈക്വൽ ടു 5 ആണ് കിട്ടുക എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. മോഡ് z എന്ന് പറഞ്ഞാൽ 5 ആണ്, അതിന്റെ സ്ക്വയർ ഇങ്ങനെ വരും. ആൻഡ് മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം നിങ്ങൾ. മോഡ് z-ഉം മോഡ് z ബാറും എന്ത് തന്നെയാണ്? ഈക്വൽ തന്നെയാണ് അല്ലേ. കാരണം മോഡ് z എന്ന് പറഞ്ഞാൽ √a² + b² എന്ന് വരും. മോഡ് z ബാർ എന്ന് പറഞ്ഞാലും എന്ത് തന്നെയാണ് വരിക? √a² + b². ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ അല്ലേ. രണ്ടും സ്ക്വയർ എടുക്കുന്നതുകൊണ്ട് പോസിറ്റീവ് തന്നെയാണ് കിട്ടുക. അപ്പോൾ മോഡ് z-ഉം മോഡ് z ബാറും എന്താണ്? ഈക്വൽ ആണ്. ഓക്കെ, അപ്പൊ എന്താണ് കോംപ്ലക്സ് നമ്പർ, അതിന്റെ കോൺജുഗേറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഇനി ഈ കോൺജുഗേറ്റ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കോൺജുഗേറ്റ് ഉപയോഗിക്കുന്നത് ഡിവിഷന് വേണ്ടിയിട്ടാണ്. കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷന് വേണ്ടിയിട്ട്. സപ്പോസ് വി ഹാവ് എ കോംപ്ലക്സ് നമ്പർ z1 is equal to a + ib and we have another complex number c + id. ഇത് രണ്ടും കൂടെ നമുക്ക് ഡിവൈഡ് ചെയ്യണം എന്ന് വിചാരിക്കും. z1/z2 എന്തായിരിക്കും? a + ib c + id അല്ലേ. ഇങ്ങനെയാണ് കിട്ടുക. ദാറ്റ് ഇസ് ഇവിടെ നമ്മൾ ഡിവിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ താഴെ കാണുന്ന കോംപ്ലക്സ് നമ്പർ c + id-യുടെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. c - id കൊണ്ട് മുകളിലും c - id കൊണ്ട് താഴെയും. കോൺജുഗേറ്റ് കൊണ്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ പോലെ ac -
ഐ എ ഡി പ്ലസ് ഐ ബി സി പിന്നെ മൈനസ് ഐ സ്ക്വയർ ഡി സ്ക്വയർ സോറി ഐ സ്ക്വയർ ബി ഡി എന്ന് വരും. ദാറ്റ് ഇസ് ഐ സ്ക്വയർ എന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് പ്ലസ് ബി ഡി എന്ന് കിട്ടും. ഓക്കെ, ഡിവൈഡഡ് ബൈ താഴെ എന്താണ് കോംപ്ലക്സ് നമ്പറും അതിന്റെ കോൺജുഗേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ എന്ന് കിട്ടും. നൗ ദിസ് ഇസ് എ ഡി പ്ലസ് ബി ഡി, എ സി പ്ലസ് ബി ഡി പ്ലസ് ഐ ഇൻറ്റു ബി സി മൈനസ് എ ഡി അല്ലേ, ബി സി മൈനസ് എ ഡി ഡിവൈഡഡ് ബൈ സി സ്ക്വയർ പ്ലസ് ഡി സ്ക്വയർ നമുക്ക് എഴുതാം. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഡിവിഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊന്നും നിങ്ങൾ ഫോർമുലയായിട്ടൊന്നും പഠിക്കണ്ട, ഇത് ഈ പ്രോസസ്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഇപ്പോൾ 1 + 2i ഡിവൈഡഡ് ബൈ 2 + i ഉണ്ടെങ്കിൽ ഇതിന്റെ ഡിവിഷൻ എങ്ങനെയാണ് പോസിബിൾ ആവുക? 1 + 2i ബൈ 2 + i, ഇതിന്റെ കോൺജുഗേറ്റ് എന്താ? 2 - i. മുകളിലും 2 - i, താഴെയും 2 - i. മുകളിൽ സാധാരണ മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ 2 - i പ്ലസ് 4i പ്ലസ് 2 എന്ന് വരും അല്ലേ, ഡിവൈഡഡ് ബൈ താഴെയോ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ 4 പ്ലസ് 3i ഡിവൈഡഡ് ബൈ 5 എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ആ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഡിവിഷൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്താണ് ഡിവിഷനിൽ ചെയ്യേണ്ടത്? ഡിനോമിനേറ്ററിൽ കാണുന്ന കോംപ്ലക്സ് നമ്പറിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യുക. ഇതാണ് ഡിവിഷനിൽ നിങ്ങൾ ആകെ ചെയ്യാനുള്ള കാര്യം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ നമുക്ക് തന്നു, എ പ്ലസ് ഐ ബി എന്ന് പറഞ്ഞൊരു കോംപ്ലക്സ് നമ്പർ തന്നു. ഇതിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞാൽ സെഡ് ഇൻവേഴ്സ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് 1/z എന്ന് വെച്ചാൽ 1/z ഡിനോമിനേറ്ററിൽ z വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? സെഡിന്റെ കോൺജുഗേറ്റ് കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യും. Therefore it is z bar by z into z bar എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡ് z സ്ക്വയർ അല്ലേ. അപ്പോൾ സെഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ആണ് ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്, z bar by മോഡ് z സ്ക്വയർ. എക്സാമ്പിൾ പറയാം. 1 + 2i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ തന്നു. ഇതിന്റെ ഇൻവേഴ്സ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇതിന്റെ ഇൻവേഴ്സ് എന്തായിരിക്കും? 1 - 2i ബൈ മോഡ് z സ്ക്വയർ എന്ന് പറയുമ്പോൾ 1 + 4 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - 2i ബൈ 5 എന്ന് നമുക്ക് എഴുതാം. ശരിയല്ലേ? അപ്പോൾ ഇതാണ് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഒരു കോംപ്ലക്സ് നമ്പറിന്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. z ബാർ ബൈ മോഡ് z സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. z ബാർ ബൈ മോഡ് z സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ ഉപയോഗിക്കാം. ക്ലിയർ ആണല്ലോ? ദെൻ ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസും കൂടെ, ഈ മോഡുലസിന്റെയും കോൺജുഗേറ്റിന്റെയും ഒന്ന് രണ്ട് പ്രോപ്പർട്ടീസും കൂടെ നോക്കിക്കോളൂ. ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്, ഇപ്പോൾ മോഡ് സെറ്റിനും മോഡ് z ബാറിനും ഒരേ മോഡുലസ് ആണ്. അതായത് സെറ്റിനും z ബാറിനും ഒരേ മോഡുലസ് ആണ്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. കോംപ്ലക്സ് നമ്പറിനും അതിന്റെ കോൺജുഗേറ്റിനും ഒരേ മോഡുലസ് ആണ് എന്ന് പറഞ്ഞു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞപ്പോൾ z into z ബാർ എന്ന് പറഞ്ഞാൽ മോഡ് z സ്ക്വയർ ആണ് നമ്മൾ പഠിച്ചു. ഇനി അടുത്ത് നോക്കിക്കോളൂ. z1 + z2 ദ ഹോൾ ബാർ അല്ലെങ്കിൽ അതിന്റെ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും വരിക? z1 ബാർ പ്ലസ് z2 ബാർ ആണ്. z1 ബാർ പ്ലസ് z2 ബാർ ആണ്. നോക്കുക നിങ്ങൾ, ഇപ്പോൾ 1 + 2i പ്ലസ് 2 + 3i എന്ന് പറഞ്ഞ രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഉണ്ട്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുക്കുന്നതും കോൺജുഗേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നതും ഒരുപോലെയാണ്. ആഡ് ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുത്താൽ എന്താ വരിക? 3 + 5i അതിന്റെ കോൺജുഗേറ്റ് എന്തായിരിക്കും കിട്ടുക? 3 - 5i. ഓക്കെ, ഇനി ഇത് രണ്ടും കൂടെ കോൺജുഗേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുക. 1 - 2i ആണ് ആദ്യത്തെ കോൺജുഗേറ്റ്, പ്ലസ് 2 - 3i ആണ് രണ്ടാമത്തെ കോൺജുഗേറ്റ്. ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? 3 - 5i എന്ന് കിട്ടും. രണ്ടും ഒന്ന് തന്നെയാണ് അല്ലേ. അതാണ് ആഡ് ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുക്കുന്നതും കോൺജുഗേറ്റ് എടുത്തിട്ട് ആഡ് ചെയ്യുന്നതും ഒരുപോലെയാണെന്ന് പറയുന്നത്. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ 1 + 2i മൈനസ് 2 + 3i സബ്ട്രാക്ട് ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ 1 - 2 is -1, പിന്നെ 2 - 3i is -i. ഇതിന്റെ കോൺജുഗേറ്റ് എടുത്ത് എന്ത് കിട്ടും? -1 + i എന്ന് കിട്ടും അല്ലേ. ദെൻ ഇത് കോൺജുഗേറ്റ് എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്ത് നോക്കൂ. 1 - 2i മൈനസ് 2 - 3i എന്ത് വരും? ദിസ് ഇസ് ഈക്വൽ ടു 1 - 2 is -1, -2 -3 എന്ന് പറയുമ്പോൾ -2 + 3 ദാറ്റ് ഇസ് +i എന്ന് വരും അല്ലേ. അപ്പോൾ കോൺജുഗേറ്റ് എടുത്തിട്ട് ആഡ് സബ്ട്രാക്ട് ചെയ്യുന്നതും സബ്ട്രാക്ട് ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുക്കുന്നതും ഒരുപോലെയാണ്. ഓക്കെ, ഇവിടെ ഒരു മൈനസ് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. z1 + z2 ദ ഹോൾ ബാർ is equal to z1 bar plus z2 bar. z1 minus z2 the whole bar is z1 bar minus z2 bar. ശ്രദ്ധിക്കണേ. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്? z1 into z2 the whole bar എന്ന് പറയുന്നത് എന്താണ്? z1 bar into z2 bar ആണ്. അതായത് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുക്കുന്നതും കോൺജുഗേറ്റ് എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതും ഒരുപോലെയാണ്. ഓക്കെ, അതും പ്രത്യേകം നോട്ട് ചെയ്ത് വയ്ക്കുക. ഡിവിഷനിലും അങ്ങനെ തന്നെയാണ്. രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്തിട്ട് കോൺജുഗേറ്റ് എടുക്കുന്നതും കോൺജുഗേറ്റ് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നതും
ഒന്ന് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് അറ്റ്ലീസ്റ്റ് മിനിമം ഇത്രയും പ്രോപ്പർട്ടീസ് നമുക്ക് മോഡുലസ് ആൻഡ് കോൺജുഗേറ്റിനകത്ത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ബേസിക്സ് ആയിട്ട് പഠിച്ചു വെക്കാവുന്നതാണ്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി വെക്കാം. ഒന്നാമത്തെ ചോദ്യം, ദ വാല്യൂ ഓഫ് റൂട്ട് ഓഫ് -1 മൈനസ് √1 ഈസ്. റൂട്ട് ഓഫ് -1 മൈനസ് √1ന്റെ വാല്യൂ എന്താണ്? റൂട്ട് ഓഫ് -1നെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്? റൂട്ട് ഓഫ് -1 ഇസ് i അല്ലേ? അപ്പോൾ അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. i മൈനസ് റൂട്ട് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും നമ്മുടെ ആൻസർ വരേണ്ടത്, i മൈനസ് 1. അത് അങ്ങനെ ഒരു ആൻസർ ഇവിടെ എഴുതിയില്ലാത്തതുകൊണ്ട് നമുക്ക് റിയൽ പാർട്ട് ആദ്യം എഴുതാം. ദിസ് ഇസ് -1 പ്ലസ് i അല്ലേ? -1 പ്ലസ് i. ഓപ്ഷൻ സി ആയിരിക്കും ഇതിന്റെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? അടുത്തത് രണ്ടാമത്തെ ചോദ്യം നോക്കിക്കോളൂ. The real part of the complex number I raised to 26 plus 1 by I raised to 24. ഇതിന്റെ റിയൽ പാർട്ട് എന്താണ് എന്നാണ് ചോദ്യം. അപ്പോൾ I raised to 26നെ നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. I raised to 26നെ നമുക്ക് I raised to 24 plus 2 എന്ന് എഴുതാലോ. ദാറ്റ് ഇസ് I raised to 24 into I square എന്ന് എഴുതാം. ഈ 24 എവിടെ നിന്നാണ് കിട്ടിയത്? നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ ആണ് അല്ലേ? 24 എന്ന് പറയുന്നത് I raised to 4ന്റെ മൾട്ടിപ്പിൾ ആയി കഴിഞ്ഞാൽ അത് 1 ആണ്. പിന്നെ I square മാത്രമേ വരുള്ളൂ. I square എന്ന് പറഞ്ഞാൽ -1 ആണ് നമുക്കറിയാം. അപ്പോൾ ദിസ് ഇസ് -1. ഓക്കെ, ഇനി 1 by I raised to 24 വേണം. ദാറ്റ് ഇസ് ഈക്വൽ ടു 24 എന്ന് പറഞ്ഞാൽ ഐയുടെ പവർ ആണ് അല്ലെ? 4ന്റെ മൾട്ടിപ്പിൾ ആണ്. 4ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് ഇറ്റ് വിൽ ബി 1. താഴെയാണെങ്കിലും 1 ആണ് വരിക. ഇറ്റ് ഇസ് അഗെയിൻ 1. ഇനി നോക്കൂ, I raised to 26 plus 1 by I raised to 24 എന്ന് പറഞ്ഞാൽ എന്താ വരിക? -1 plus 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 0 എന്ന് വരും അല്ലേ? ദാറ്റ് ഇസ് ഈ നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? 0 plus 0 ആയി എഴുതാം. ഇതിന്റെ റിയൽ പാർട്ടും 0 ആണ്, ഇമാജിനറി പാർട്ടും 0 ആണ്. അപ്പോൾ റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക? നമുക്ക് 0 എന്നാണ് കിട്ടുക. ശരിയല്ലേ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. z ഈക്വൽ ടു √3 plus i ഹോൾ ക്യൂബ് ഇൻറ്റു 3i plus 4 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 plus 6i ഹോൾ സ്ക്വയർ. മോഡുലസ് z എന്താണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മൊത്തത്തിൽ മോഡ് z എടുക്കണം. ദാറ്റ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് √3 plus i the whole cube into 3i plus 4 the whole square divided by 8 plus 6i the whole square. ഇതിന്റെ മോഡുലസ് മൊത്തമായിട്ട് എടുക്കണം. നമുക്ക് എന്ത് ചെയ്യാം? തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഈ കാണുന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് നമുക്ക് മോഡുലസിന്റെ പ്രോഡക്റ്റും ഡിഫറൻസ് മീൻസ് കോഷ്യന്റും ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മോഡുലസ് കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എഴുതാം. ഏതായിരിക്കും? മോഡുലസ് √3 plus i the whole square whole cube into mod 3i plus 4 the whole square divided by mod 8 plus 6i the whole cube അല്ലേ? the whole square. ഇങ്ങനെ വരും. ഇനി മോഡുലസ് എടുത്തിട്ട് സ്ക്വയർ ചെയ്യുന്നതും സ്ക്വയർ ചെയ്തിട്ട് മോഡുലസ് എടുക്കുന്നതും മോഡുലസ് എടുത്തിട്ട് ക്യൂബ് കണ്ടുപിടിക്കുന്നതും ക്യൂബ് കണ്ടുപിടിച്ചിട്ട് മോഡുലസ് കണ്ടുപിടിക്കുന്നതും ഒക്കെ ഒന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് √3 plus i അതിന്റെ മോഡുലസ് അതിന്റെ ക്യൂബ് ഇൻറ്റു 3i plus 4 അതിന്റെ മോഡുലസ് അതിന്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8 plus 6i അതിന്റെ മോഡുലസ് അതിന്റെ സ്ക്വയർ. ദാറ്റ് ഈസ് നമുക്ക് ഓരോന്നിന്റെ മോഡുലസിന്റെ ക്യൂബും സ്ക്വയർ ഒക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റൂട്ട് ഓഫ് മോഡുലസിന്റെ ക്യൂബാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ √3ന്റെ സ്ക്വയർ 3 പ്ലസ് i എന്ന് പറയുമ്പോൾ അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 1ന്റെ സ്ക്വയർ 1 തന്നെ വരും. √4 ഹോൾ ക്യൂബ് ഇൻറ്റു ഇവിടെയോ ഇത് മോഡ് z സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് വേണ്ട, റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി പോകും. നമുക്ക് എന്ത് കിട്ടും? 9 plus 16 എന്ന് കിട്ടും. ഓക്കെ, 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെയും അങ്ങനെ തന്നെയാണ്. അപ്പോൾ റൂട്ട് വേണ്ട, നമുക്ക് എന്ത് എഴുതാം? 8 സ്ക്വയർ 64 പ്ലസ് 6 സ്ക്വയർ 36 എഴുതാം. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു 3 plus 1 എന്ന് പറഞ്ഞാൽ 4. 4ന്റെ റൂട്ട് 2, 2ന്റെ ക്യൂബ് 8 ഇൻറ്റു 25 by 100. ശരിയല്ലേ? ഇത് നമുക്ക് 4 കൊണ്ട് കട്ട് ചെയ്യാം. ഓക്കെ, 25 കൊണ്ട് കട്ട് ചെയ്താൽ 4 വരും. ഇത് 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 2. എന്താണ് ആൻസർ വരിക? ആൻസർ ഇസ് 2. ശരിയല്ലേ? അപ്പോൾ മോഡുലസ് ഓഫ് ദിസ് നമ്പർ ഇസ് 2. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഇഫ് ദ കോൺജുഗേറ്റ് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ z ഇസ് 1 by i minus 1 then z എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്, z ബാർ നമുക്ക് തന്നിട്ടുണ്ട്. z ബാർ ഇസ് 1 minus i minus 1. നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്താണ്? z എന്താണെന്ന് കണ്ടുപിടിക്കണം. ആൻഡ് z ഇസ് z ബാർ ദ ഹോൾ ബാർ. കോൺജുഗേറ്റിന്റെ കോൺജുഗേറ്റ് എടുത്താൽ നമുക്ക് എന്ത് കിട്ടും? കോംപ്ലക്സ് നമ്പർ കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു, ഇതാണ് കോൺജുഗേറ്റ് എന്ന് പറയാം. അതിന്റെ കോൺജുഗേറ്റ് എടുക്കുക. -1 plus i ആണ് കേട്ടോ. ശരിക്കും നേരെ തിരിച്ചെഴുതാം നമ്മൾ. ഇതിന്റെ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? 1ന്റെ കോൺജുഗേറ്റ് 1 തന്നെ. ഇതിന്റെ കോൺജുഗേറ്റ് എന്താ വരിക? -1 - i എന്ന് വരും അല്ലേ?
Now this is equal to minus common ആയിട്ട് എടുത്ത് പുറത്തേക്ക് എടുത്തിട്ട് മുകളിലേക്ക് കൊണ്ടുപോവാ 1 plus I. That is minus 1 by 1 plus I. Minus 1 by 1 plus I ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. നാലാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. ഒരു ചോദ്യം കൂടെ പറഞ്ഞു നമുക്ക് നിർത്താം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് z1 ഈക്വൽ ടു 2 മൈനസ് ഐ z2 ഈക്വൽ ടു 1 പ്ലസ് ഐ, ദെൻ ഈ ഒരു വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. മോഡ് z1 പ്ലസ് z2 പ്ലസ് 1 ബൈ z1 മൈനസ് z2 പ്ലസ് ഐ. അപ്പോൾ ആദ്യം നമുക്ക് z1 പ്ലസ് z2 പ്ലസ് 1 എന്താ നോക്കാം. 2 മൈനസ് ഐ പ്ലസ് 1 പ്ലസ് ഐ പ്ലസ് 1. ഓക്കെ, ദിസ് ഇസ് ഈക്വൽ ടു, ഇവിടുന്ന് മൈനസ് ഐ പ്ലസ് ഐ ക്യാൻസൽ ചെയ്ത് പോകും. ദിസ് ഇസ് 4. അടുത്തത് z1 മൈനസ് z2 പ്ലസ് ഐ എന്താ വരിക, 2 മൈനസ് ഐ മൈനസ് 1 മൈനസ് ഐ പ്ലസ് ഐ അല്ലേ. അപ്പോൾ നോക്കിയാൽ ഇവിടുത്തെ മൈനസ് ഐ പ്ലസ് ഐ ക്യാൻസൽ ആയി പോകും. പിന്നെ 2 മൈനസ് 1 ഇസ് 1 മൈനസ് ഐ എന്നാണ് വരിക. നമുക്ക് അതിൻ്റെ മോഡുലസ് ആണ് വേണ്ടത്. മോഡ് z1 പ്ലസ് z2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ z1 minus z2 plus I. That is equal to modulus of 4 by 1 minus I. Separate modulus എടുക്കാലോ. Mod 4 by mod 1 minus I. That is equal to mod 4 എന്ന് പറഞ്ഞാൽ 4 തന്നെയാണ്. mod 1 minus I എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2. ശരിയല്ലേ? ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്ത് എഴുതാം, 2 ഇൻറ്റു റൂട്ട് 2 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. 4നെ ഡിവൈഡഡ് ബൈ റൂട്ട് 2. അപ്പോൾ ഒരു റൂട്ട് 2 ക്യാൻസൽ ആയി കളഞ്ഞാൽ 2 റൂട്ട് 2 നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള കോംപ്ലക്സ് നമ്പർ എന്താണെന്നും അതിൻ്റെ ഓപ്പറേഷൻസ് എങ്ങനെ ചെയ്യാം, അതിലെ മോഡുലസും കോൺജുഗേറ്റും എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് വരും ദിവസങ്ങളിൽ ചെയ്യാം. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് മാക്സിമം ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. 1-ാം തീയതിയാണ് നമ്മുടെ എക്സാം എന്നറിയാം. അപ്പോൾ അതുകൊണ്ട് മാക്സിമം തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒട്ടുമിക്ക ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. എല്ലാവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മുടെ വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.